ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഗവൺമെൻറ് ജോബ് നേടിയെടുക്കുക എന്നുള്ളത്. സെലക്ഷനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം റാങ്ക് തന്നെ, ഫസ്റ്റ് റാങ്ക് തന്നെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം ജോബ്, അത് ഗവൺമെൻറ് ജോബ് ആവട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബ് ആവട്ടെ, വളരെ എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂൾ നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന UPSC ആവട്ടെ അല്ലെങ്കിൽ PSC ആവട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലെ ഏതെങ്കിലും വലിയ ജോലികളാവട്ടെ എല്ലാം തന്നെ എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറേ സക്സസ് സ്റ്റോറീസ് നമ്മൾ ഷെയർ ചെയ്തിരുന്നു. അതിലെ ഓരോ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നിരവധി വ്യക്തികളുടെ ലൈഫിലാണ് വലിയ വലിയ മിറാക്കിൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ പറയാൻ പോകുന്ന പവർഫുള്ളായ സ്വിച്ച് വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ ജോബ് കൗണ്ട് നൗ എന്നുള്ളതാണ്. അതായത് ഡിവൈൻ ജോബ് കൗണ്ട് നൗ. അന്നേരം ഈ ഒരു സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വിച്ച് വേർഡ്സ് എന്ന് ബേസിക്കലി പറയുന്നത് നമ്മുടെ ഉപബോധമനസ്സിൽ ചിത്രങ്ങൾ സഹിതമാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിനെ ബോധമനസ്സിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ചില കീസ് അല്ലെങ്കിൽ ചില വേർഡ്സിനെയാണ് സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. ഇത് പൂർണ്ണ വിശ്വാസത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം ജോബ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അന്നേരം ഇതെങ്ങനെ ഉപയോഗിക്കണം, എത്ര തവണ ഉപയോഗിക്കുന്ന കാര്യമെല്ലാം തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ ഡ്രീം ജോബ് അല്ലെങ്കിൽ അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ നമ്മൾ കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഞാനിവിടെ പറയുന്ന സ്വിച്ച് വേർഡ് ആയാലും ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളെല്ലാം തന്നെ നമ്മുടെ ഇന്നർ വർക്കിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഓരോ ടൂൾസ് മാത്രമാണ്. അല്ലാതെ ഇത് മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഈ സ്വിച്ച് വേർഡും അതോടൊപ്പം തന്നെ നിങ്ങൾ കഠിനം അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. ഞാൻ തന്നെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഇങ്ങനെ എപ്പോഴും മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വെക്കും. അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ഷോർട്ട് നോട്ട് ചെയ്ത് വെക്കും. അത് A4 ഷീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ മടക്കിയിട്ട് ഒരു ചെറിയ ബുക്ക് പോലെ ആക്കിയിട്ട് ഓരോ ടോപ്പിക്കുള്ള പോയിൻറ്റ്സ് എല്ലാം തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് പാസ്സാകാനും ഞാൻ ആഗ്രഹിച്ച ജോലിയിൽ നിന്ന് തന്നെ എനിക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്താനും സാധിച്ചത്. അന്നേരം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇന്നർ വർക്കും ചെയ്യുക, നമ്മൾ ഔട്ടർ വർക്കും ചെയ്യാം. നമുക്ക് ഈ സക്സസ് സ്റ്റോറിക്ക് ശേഷം ഞാൻ ഈ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ് എങ്ങനെ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു തരുന്നതാണ്. ഹായ്, നമസ്കാരം സാർ. ഞാൻ എൻ്റെ ഒരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാനിവിടെ. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഗവൺമെൻറ് ജോബ് നേടിയെടുക്കുക എന്നുള്ളത്. അത് എനിക്ക് സാറിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് വലിയ മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനത് ഗവൺമെൻറ് എക്സാമിൻ്റെ അതെഴുതി അതിൽ സെലക്ഷനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം റാങ്ക് തന്നെ, ഫസ്റ്റ് റാങ്ക് തന്നെ എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അതിനെ ഞാൻ ഒരുപാട് നന്ദി അനവിന്ദ് സാറിനോട് പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു അനവിന്ദ് സാർ, താങ്ക് യു യൂണിവേഴ്സ്. ഞാൻ എന്താ പറയുക, സാറിൻ്റെ ക്ലാസ് കറക്റ്റ് ഫോളോ ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് മാനിഫെസ്റ്റേഷനൊക്കെ ശരിക്ക് ചെയ്ത പോലെയാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. അതിന് ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ചെന്ന വർണ്ണ എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയാണ്. അദ്ദേഹം ലൈഫിൽ കുറേ വർഷമായിട്ട് അദ്ദേഹം PSCക്ക് വേണ്ടി ട്രൈ ചെയ്തിരുന്നു. എന്നാൽ നമ്മൾ ഡ്രീം ജോബ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് എന്താണ് ബ്ലോഗ്സ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബ്ലോഗ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ കൃത്യമായിട്ട് ഹീൽ ചെയ്തു. അതോടൊപ്പം തന്നെ ജോബ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, ജോബ് ബ്ലെസ്സിങ് മെഡിറ്റേഷൻ, നമ്മൾ എവിടെയാണോ ബ്ലോക്ക് അനുഭവിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ എല്ലാം തന്നെ ഡ്രീം ജോബ് മാസ്റ്ററി എന്ന് പറഞ്ഞ 10 ദിവസത്തെ വാട്സപ്പ് ക്ലാസ്സിൽ നമ്മൾ നൽകുന്നുണ്ട്. അദ്ദേഹം ക്ലാസ് കൃത്യമായ രീതിയിൽ പങ്കെടുത്ത് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ കൃത്യമായ രീതിയിൽ എക്സാം എഴുതാനും അതോടൊപ്പം തന്നെ റിസൾട്ടും അദ്ദേഹത്തിന് ലഭിച്ചത്. ഇതെല്ലാം തന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ എപ്പോഴും ഇന്നർ വർക്കും ഔട്ടർ വർക്കും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്താൽ മാത്രമേ നമ്മളെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയുള്ളൂ. അന്നേരം ഈ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഇതാണ് അല്ലെങ്കിൽ ഒരു മെസ്സേജാണ്. നമ്മൾ കൃത്യമായ രീതിയിൽ ലോ ഓഫ് അട്രാക്ഷനിലെ ഓരോ ടെക്നിക്കുകളും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഡ്രീം ജോബ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെയുള്ള ഗ്രൂപ്പ് ലിങ്കും അതോടൊപ്പം തന്നെ ഗ്രൂപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തതാണ്.
ക്ലാസ് വാട്സപ്പിലായതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രീ ടൈമിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ പറഞ്ഞ ഡ്രീം ജോബ് കൗണ്ട് നൗ എന്ന് പറയുന്ന സ്വിച്ച് വേർഡ് രാവിലെയും വൈകിട്ടുമായി മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് 11 തവണ രാവിലെയും വൈകിട്ടും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതായത് രാവിലെ 11, അതോടൊപ്പം തന്നെ പിറകുള്ള പേജിലും ഈവനിങ് 11 തവണ എഴുതാം. ഇത് 11 ദിവസം മോർണിംഗ് ഈവനിങ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അത് ഏകദേശം 11 ദിവസം എഴുതിയതിന് ശേഷം ഈ പേപ്പർ ഒന്ന് കത്തിച്ച് കളയാം. എന്നാലും ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്ന വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഔട്ട്ഡോർ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ ആ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ വെറുമൊരു അഫർമേഷൻ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, അല്ലെങ്കിൽ സ്വിച്ച് വേർഡ് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. കൃത്യമായ രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ്. കാരണം 100 കണക്കിന് വ്യക്തികൾക്കാണ് ഡ്രീം ജോബ് കിട്ടിയത്. അതെല്ലാം തന്നെ നമ്മൾ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.